ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ ഓണം റെസിപ്പീസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓണം റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. ഒരു എരിശ്ശേരിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു എരിശ്ശേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പയറും മത്തങ്ങയും വെച്ചിട്ടാണ്. ഇത് ചേനയും കായും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഓണത്തിന് അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ എരിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ ചേനയാണ്. അത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കായയാണ്. ആ കായയും ഞാൻ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി കറയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കായയും ചേനയും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. പ്രഷർ കുക്കറിലാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും, സമയവും ലാഭവും കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തും കിട്ടും. മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം 2 വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. എരിശ്ശേരിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 1/4 കപ്പ് തേങ്ങാപ്പീര, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ എരിശ്ശേരിയിൽ പച്ചമുളക് ഉപയോഗിച്ചിട്ടില്ല. എരിവിനായിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കുക. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കായയും ചേനയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം പച്ചക്കറിയിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ചേനയും കായയും ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമുക്ക് പച്ചക്കറികൾ എണ്ണയിലിട്ട് വഴറ്റാതെയും എരിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും എരിശ്ശേരി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എരിശ്ശേരി കൂടുതൽ തിക്കാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കൂടി നമുക്ക് കുക്ക് ചെയ്യണം. ഇപ്പോൾ കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നെയ്യ് ചേർക്കുമ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം എരിശ്ശേരി മാറ്റി വെക്കാം. എരിശ്ശേരിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും ചേർത്ത് മൂപ്പിക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ തേങ്ങ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് എരിശ്ശേരിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ കായ ചേന എരിശ്ശേരി റെഡിയായി കഴിഞ്ഞാൽ ഈ ഓണത്തിന് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലുള്ള വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്